കൊള്ളാവോ ഇന്നോവ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അധികം നേരം ഒന്നുമില്ല, അപ്പം നിങ്ങൾക്ക് വേഗം കണ്ടു തീർക്കാം. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് 33 ദിവസം കൂടുമ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇപ്പം അതൊരു നേറ്റിയായി എന്ന് പറയാമല്ലോ. അപ്പോൾ അതേ പിള്ളേരെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിള്ളേർക്കും അവധിയായല്ലോ, അവരുടെ സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് അവരും ഫ്രീ ആയി. അപ്പം നാളെ നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കും. നമുക്കതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ എൻഗേജ് ആവുന്നതിന് മുമ്പ് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സഡൻലി ഡോൺ ചേട്ടൻ വിളിച്ചു, നമ്മൾ റെഡിയായി ഇറങ്ങി. കാരണം ഫുഡൊക്കെ ഓൾറെഡി റെഡി ആയിരുന്നു കേട്ടോ. ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു, പോകുന്നതിന് തൊട്ട് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും കാലാവസ്ഥ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇവരിന്ന് എല്ലാവരും, ചാക്കോ മാത്രമേ നേരത്തെ എഴുന്നേറ്റിട്ടുള്ളൂ. തോമുവും പാച്ചും ഒക്കെ ലേറ്റ് ആയിട്ട് 10 മണിക്ക് ശേഷമാണ് എഴുന്നേറ്റത്. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത വണ്ടിയും ഓൺ ദ വേ ആണെന്നുള്ളത്. അത് ഇന്ന് കാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടൻ വണ്ടിയിൽ കയറി ഇരിപ്പുണ്ട്. മഴക്കാറ് കണ്ടോ നിങ്ങൾ? അപ്പം ഈ പ്രാവശ്യം വൈറ്റ് ക്രിസ്റ്റയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്റ്റ നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ബിസിനസ് നമ്പറിലോ അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്ക് അന്നും വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട്. അപ്പം എന്തെങ്കിലും കാറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോൺ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു തുള്ളിയായിട്ട് വീണതാണ്. പക്ഷെ അത് വലിയ വലിയ തുള്ളികളായി പെരുമഴയായിട്ട് മാറി കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോയുടെ കുറുമ്പ് നിങ്ങൾക്കിപ്പം ഞങ്ങളെക്കാളും കൃത്യമാണ് കേട്ടോ. ചാക്കോ ഭയങ്കര വർത്താനാണ് ഇപ്പോൾ. വർത്താനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വർത്താനാണ് കേട്ടോ. അപ്പോൾ കോക്കിരി കാണിക്കുക, ഗോഷ്ടി കാണിക്കുക, കളിയാക്കി ചിരിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. ശരിക്കും ഇത് വോയിസ് ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പാട്ട് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത്. കണ്ടോ കോക്കിരി ഉണ്ടോ? കുറേ പേര് ചോദിച്ചിരുന്നു ചാക്കോൻ്റെ സ്കൂള് മാറ്റി. ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ ഇത് പുറത്ത് പോയി. കാരണം ഞാൻ ടൈം ആകുമ്പോൾ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നു. മമ്മി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചാക്കോൻ്റെ സ്കൂള് മാറ്റാണ് എന്നൊക്കെയുള്ളത്. എന്താണ് റീസൺ എന്നൊക്കെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. പ്രത്യേകിച്ച് പേഴ്സണലി റീസൺസ് ഒന്നുമില്ല. ഞാൻ എന്തായാലും ചാക്കോ സ്കൂളിൽ പോകാറാകുമ്പോൾ നിങ്ങളെ ഞാൻ ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. എന്താ കാരണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്തായിരുന്നു ഗോഷ്ടി കാണിക്കലും ബഹളവും ഒക്കെ, അതൊക്കെ കഴിഞ്ഞപ്പോൾ ചാക്കോ ഉറക്കായിട്ട് അത്രയ്ക്കും മഴയായിരുന്നു. അവര് ബാക്കിൽ ഓച്ചുവിൻ്റെ കൂടെ ചില്ലിങ് ആണ് കേട്ടോ. ഡിമ്പിൾ എവിടെയുണ്ടോ അവിടെ തോമു ഇരിക്കുള്ളൂ. അവരങ്ങനെ ഭയങ്കര സെറ്റാണ്. ഇപ്പം എനിക്കൊന്ന് 3 ദിവസം രാത്രി അടുപ്പിച്ച് കിടന്നുറങ്ങി. ഇന്നലെ ആയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം നാളെ തൊട്ട് എന്തായാലും ഒന്നിച്ച് കിടക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതൊരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം തന്നെ ഞാൻ മാറ്റിച്ചു. കാരണം അവൻ കുറച്ച് ഓവർ അറ്റാച്ച്ഡ് ആണ്. അത് നല്ലതാണ് ആക്ച്വലി. പക്ഷേ ഇപ്പം ഇനി കുറച്ച് ദിവസം നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ഞങ്ങളോട് 3 ദിവസം കൃത്യമായിട്ട് ഓച്ചുവിൻ്റെ റൂമിൽ കിടന്നുറങ്ങി, ശല്യമൊന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു ഞങ്ങളെ വിട്ടിട്ട് ആദ്യമായിട്ട് മാറി കിടക്കുന്ന ആൾ അവൻ്റെ ഡിമ്പിളായിരിക്കും കേട്ടോ. ഡിമ്പിളുടെ കൂടെ എന്ന് വെച്ചാൽ അവൻ എവിടെ പോകാനും ഉറങ്ങാനും ഒക്കെ റെഡിയാണ്. ഡിമ്പിൾ വേണം. പക്ഷെ ചാക്കോയ്ക്ക് എങ്ങനെയല്ല, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും, ആരും ഇല്ല, ഇപ്പം ഞാനും ഡോൺ ചേട്ടനും ഇല്ലെങ്കിൽ മമ്മി മാത്രമേ പറ്റുള്ളൂ. ഡിമ്പിളിനെ പറ്റില്ല, മമ്മി തന്നെ വേണം എല്ലാത്തിനും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തോമു ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു, ഞാൻ സ്കൂള് തുറക്കുന്ന കാര്യം മാതാവിനോട് പറയാം. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. സ്കൂള് തുറക്കുന്ന കാര്യമൊക്കെ മാതാവിനോട് പറഞ്ഞിട്ട് വരാം അമ്മയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്താണോ ആവശ്യമുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറില്ല മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ. ഒരൊറ്റ പ്രാർത്ഥന ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. ഇത് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ പള്ളിയിൽ പോകുമ്പോൾ. പക്ഷെ ആദ്യം ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ പള്ളിയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ കയറാറ്. അവിടെയാണെങ്കിൽ നിറച്ച് മാവും മാങ്ങയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ കൊതിയാവും കേട്ടോ. അങ്ങനെ ഇന്ന് പള്ളിയിൽ വന്നപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഈ ദിവസം പോയിട്ട് ഈ 33ാമത്തെ ദിവസം പോയിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ട്രിപ്പ് ഉറപ്പാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ട്രിപ്പ് എടുക്കാത്തതാണ് കേട്ടോ. നമ്മൾ വെക്കേഷൻ ആണെന്നെങ്കിലും നമ്മൾ അധികം അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട ദിവസം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ പോകാനൊക്കെ ഇങ്ങനെ നോക്കും, പക്ഷെ നമ്മൾ പോണില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭീകര മഴയിലേക്ക് പോകുന്നതിന് മുമ്പ്
നമുക്ക് വേഗം വണ്ടിയിൽ കയറാം. ഇല്ലെങ്കിൽ പിള്ളേര് ഇത് താപ്പെന്നും പറഞ്ഞ് മഴയത്ത് കളിക്കും ട്ടാ. ദേ ഒന്നും അറിയാത്ത പോലെ പോവാ വരിക അങ്ങനെ. ദേ അന്തരീക്ഷം ഫുൾ മാറിയിട്ട് നമ്മള് വെയിലത്ത് വന്നാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ മഴയത്താണ് കേട്ടോ പോണത്. ഞാൻ ഇതുവരെ ആക്ച്വലി വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജോർജറിന്റെ കടയിൽ കയറിയെങ്കിലും അതൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തോവ് ഭയങ്കരമായിട്ട് പൊക്കം വെച്ചോട്ടെ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് അറിയാൻ പറ്റുന്നത്. എന്താ വലിയ ചേട്ടനായിട്ട് ഇപ്പൊ ചാക്കോച്ചനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾക്ക് അതാണല്ലോ സന്തോഷം. രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നതും തല്ലുകൂടാണ്ടിരിക്കുന്നതും കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ കുട്ടിക്കുറുമ്പൻ ചാക്കോന്റെ ഫോട്ടോ കേട്ടോ. അപ്പൊ എല്ലാവർക്കും മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കുറേ പേര് പറയാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന്. അപ്പൊ നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം, അല്ലെങ്കിൽ നാളെ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.